UDF സർക്കാർ അധികാരത്തിൽ വന്ന് 2 മാസം പിന്നിടുകയാണ്. 100 ദിന കർമ്മ പരിപാടികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, ഈ കർമ്മ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള നടത്തിപ്പിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അതിനുമപ്പുറം അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് എന്നൊക്കെ വിലയിരുത്തുന്നതിനായി പ്രത്യേക സംവിധാനവും മുഖ്യമന്ത്രി തന്നെ ഏർപ്പെടുത്തി. ഒരു വിധത്തിൽ മെല്ലെ മുന്നോട്ടു പോകാൻ ഒരുങ്ങുമ്പോഴാണ് ചില പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തും KSUവിനകത്തുമൊക്കെ ഉയരുന്നത്. അതും മുഖ്യമന്ത്രിക്കെതിരെ. പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് KSU പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ചില പ്രശ്നങ്ങൾ തന്നെയുണ്ട്. ഏറ്റവും വലിയ വിഷയമായി അവർ ഉന്നയിക്കുന്നത് ഗവൺമെൻറ് പ്ലീഡർ നിയമനമാണ്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട് KSU ആദ്യം തന്നെ പരാതി ഉന്നയിച്ചു. ആ പരാതി പിന്നീട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിയെങ്കിൽ തന്നെയും മുഖ്യമന്ത്രി കൃത്യമായ ഒരു മറുപടി നൽകിയില്ലെന്നും ആ പരാതി കേൾക്കുന്നതിന് സമയം നൽകിയില്ലെന്നുമൊക്കെയാണ് KSU നേതാക്കന്മാർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. KSUവിൽ തന്നെ 2 പക്ഷമായി മാറുന്നു. ഒരു വിഭാഗം മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നു. നിസ്സാര പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രിയെ വെറുതെ കുറ്റപ്പെടുത്തുന്ന രീതി ശരിയല്ല. ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്ത നടപടിക്രമങ്ങൾ ശരിയാണ് എന്ന് KSUവിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി പറയുന്നു. പ്രസിഡന്റ് ആകട്ടെ അങ്ങനെയല്ല. പലപ്പോഴും KSUവിനെ ആക്രമിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ ആളുകൾ, SFIയുടെ പിൻബലമുള്ള ആളുകൾ ഗവൺമെൻറ് പ്ലീഡർ പദവിയിലേക്ക് എത്തപ്പെടുന്നു, പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത്. ഇങ്ങനെയാണ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നതെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ജനറൽ സെക്രട്ടറി പറയുന്നത്. നിലവിൽ KSUവിൽ തന്നെ 2 പക്ഷം, ഒന്ന് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവരും മറ്റൊരു വിഭാഗം എതിർക്കുന്നവരും. പക്ഷേ കാര്യങ്ങൾ അവിടേക്കുമല്ല. കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് മുതിർന്ന നേതാക്കന്മാർ വരെ ഏറ്റുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേശീയ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും വിഷയത്തിൽ ഒന്ന് ചെറുതായി ഇടപെട്ടു പോയി. അദ്ദേഹം പറയുന്നത് ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകണം, എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കണം. ഇത് ഒരു ഒളിയമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം KSUവിനെ ഒന്ന് തലോടിയതാണ്, പ്രത്യേകിച്ചും KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ. അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു നേതാവാണ്, പ്രത്യേകിച്ചും KC വേണുഗോപാലിന് ഒത്തിരി ഇഷ്ടമുള്ള ഒരു KSU നേതാവ് കൂടിയാണ്. പക്ഷേ പ്രശ്നങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ പരാതികൾ പല ഭാഗങ്ങളിൽ നിന്നായി ഉയരുന്നു. ഇതിനിടയിലാണ് മുൻ കോൺഗ്രസ് നേതാവ്, അതായത് മുൻ കോൺഗ്രസ് നേതാവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടിയിൽ മോഹങ്ങളൊന്നുമില്ലാതെ മാറി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ശ്രീ K ബാബുവും രംഗത്തെത്തി. അദ്ദേഹം ഇതൊരു MP ഇടപെട്ടത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ഗവൺമെൻറ് പ്ലീഡറെ നിയമിച്ചതെന്ന് അദ്ദേഹവും പറഞ്ഞു. അങ്ങനെ കോൺഗ്രസിനകത്ത് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ചില നീക്കങ്ങൾ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ഒറ്റതിരിഞ്ഞ ശബ്ദങ്ങളാണെന്ന് മുഖ്യമന്ത്രിക്കും അറിയാം. അദ്ദേഹം അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായൊരു ഗൗരവം കാണിക്കുന്നതുമില്ല. നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രദ്ധിക്കുന്നത് 100 ദിന കർമ്മ പരിപാടികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക. അതിനുമപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിലും മറ്റു വിവാദ വിഷയങ്ങളിലും തൽക്കാലം തലയിടണ്ട. പക്ഷേ എങ്കിലും KSUക്കാരുടെ പരിഭവങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ കൂടിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മുഖ്യമന്ത്രി കേൾക്കും, പരിഹരിക്കും എന്നൊക്കെ. നല്ല കാര്യമാണ്. കാരണം 10 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസ്സിന് സംസ്ഥാനത്ത് ഭരണം കിട്ടുന്നത്. ഭരണം കിട്ടി 2 മാസം കഴിയുന്നതിന് തൊട്ട് മുമ്പേ തന്നെ അതിനകത്ത് അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് തന്നെ ഭിന്നസ്വരം. കാരണം UDFിലെ ഘടകകക്ഷികൾക്ക് ആർക്കും തന്നെ പ്രശ്നമില്ല, പക്ഷേ കോൺഗ്രസ്സിനകത്ത് നിന്നാണ് പ്രശ്നം. അതുമാത്രവുമല്ല, ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേറെയുമുണ്ട് പരാതികൾ. കോൺഗ്രസ് അധികാരത്തിൽ വന്ന് 2 മാസം പിന്നിട്ടിട്ടും ബോർഡ് കോർപ്പറേഷൻ പദവികളിലേക്കുള്ള നിയമനം നടന്നിട്ടില്ല. അതിൻ്റെ ഉത്തരവാദിത്വം KPCCക്കാണ്. KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് ആകട്ടെ മന്ത്രി ആയതുകൊണ്ട് പവർ കട്ടിൻ്റെ പിന്നാലെ പരക്കം പായുകയാണ്. എങ്ങനെ പവർ കട്ടില്ലാതെ കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. കാരണം വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്. വൈദ്യുതി കട്ട് വന്നാൽ പ്രതിഷേധവും ഒപ്പം തന്നെ ബഹളവുമൊക്കെ മന്ത്രിക്കെതിരെ തിരിയുമെന്ന് നന്നായി അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് തൽക്കാലം ബോർഡ് കോർപ്പറേഷൻ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ സമയമില്ല. ഇനി വരേണ്ടത് പുതിയ KPCC അധ്യക്ഷനാണ്. എന്ന് വരും പുതിയ KPCC അധ്യക്ഷൻ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പലരും MLA സ്ഥാനം മോഹിച്ചവരുണ്ട്. എങ്കിൽ അത് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല,
തൽക്കാലം ഒരു ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അങ്ങനെ ഭരണം കിട്ടിയിട്ടും പ്രശ്നങ്ങൾ തന്നെയാണ് കോൺഗ്രസിൽ. KSUവിൽ പ്രശ്നം, കോൺഗ്രസിൽ പ്രശ്നം, യൂത്ത് കോൺഗ്രസിൽ പ്രശ്നം. പക്ഷേ ഇതൊന്നും മുഖ്യമന്ത്രിയെ ബാധിക്കുന്നതേയില്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നയങ്ങളുമായി മുന്നോട്ട് കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്. വിഴിഞ്ഞത്തിൻ്റെ അടുത്ത പദ്ധതിയിലേക്കും മുഖ്യമന്ത്രി കടക്കുകയാണ്. അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും വിഴിഞ്ഞത്ത് നിന്ന് തുടങ്ങാൻ പോകുന്നു. അതൊരു നേട്ടമായിട്ട് തന്നെ നമുക്ക് പറയാം. വലിയ നേട്ടം തന്നെയാണ്. കാരണം വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയിട്ട് 18 മാസമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ അവിടെ നിന്ന് എക്സ്പോർട്ടും ഇമ്പോർട്ടും, ഇറക്കുമതിയും കയറ്റുമതിയും തുടങ്ങുന്നതിനുള്ള പദ്ധതികൾ രൂപം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ ആ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വലിയ പരാതികളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് KSU പറയുന്നുണ്ട്. ഒപ്പം ചില മുതിർന്ന നേതാക്കളും. എന്തായാലും കാണാം, പ്രത്യേകിച്ചും ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന്.